വലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മൾ കൃത്യം 6:40 ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് വൈദ്യുതി നമസ്കാരത്തിന് വേണ്ടി. അതിനുശേഷം ISMൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും പ്രമുഖ പ്രഭാഷകനുമായിട്ടുള്ള അഹമ്മദ് അനസ് മൗലവി നമ്മോട് സംസാരിക്കും. മന്ത്രവാദം മതത്തിനെതിരെ മനുഷ്യനെതിരെ എന്ന പ്രമേയവുമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ക്യാമ്പയിൻ വളരെ ഗംഭീരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ നമസ്കാരത്തിനുള്ള സൗകര്യം ഈ ഹാളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അതുകൊണ്ട് പരിപാടി അവസാനിക്കുന്നത് വരെ എല്ലാവരും അതാത് സീറ്റിൽ തന്നെ ഇരിക്കണമെന്ന് അറിയിക്കുന്നു. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നതാണ് അടുത്ത കാലത്തുള്ള എല്ലാ സംഭവങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കരുനാഗപ്പള്ളിയിലാണെങ്കിലും അതുപോലെ തന്നെ മലപ്പുറത്താണെങ്കിലും കൊണ്ടോട്ടിയിലാണെങ്കിലും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് വിധേയരാകുന്നത് നമ്മുടെ സ്ത്രീകളാണ്. എൻ്റെ നാട് കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയാണ്. തൊട്ടടുത്ത പ്രദേശത്ത് ഒരു വലിയ മുസ്ലിയാരുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പണം ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾ പണം സ്വരൂപിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പെട്ടി, അത് ഗ്ലാസിൻ്റെ പെട്ടിയാണ്. ഞാനൊരു തമാശ ഉള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചു, എന്താണ് ഇങ്ങനെ ഗ്ലാസിൻ്റെ പെട്ടി വെക്കാനുള്ള കാരണം. അപ്പോൾ അതിന് ലഭിച്ചിട്ടുള്ള മറുപടി, ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, സ്ത്രീകളാണ് സ്വാഭാവികമായിട്ട് ഇങ്ങനത്തുള്ള ചികിത്സക്കൊക്കെ വരിക. അപ്പോൾ ഒരാൾ 100 രൂപ നോട്ടിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിൽ ചെറിയ നോട്ട് പിന്നെ ഇടുന്നതൊരു മോശമല്ലേ എന്ന് വിചാരിച്ച് അടുത്ത് വരുന്ന ആൾ 500 നോട്ടിടും. അപ്പോൾ 500 നോട്ടാണ് പുറത്തേക്ക് കാണുക. പിന്നെ വരുന്ന ആൾ ഒന്നുകിൽ 500 ഇടും, അല്ലെങ്കിൽ 1000 നോട്ടിടും. അങ്ങനെ 4 ഭാഗവും കാണുന്ന തരത്തിലുള്ള പണപ്പെട്ടി വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലും പണപ്പിരിവ് നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ സഹോദരന്മാരെ, നമ്മുടെ പ്രമേയത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ സമൂഹത്തിലുള്ള അജ്ഞതയും അതുപോലെ തന്നെ അറിവില്ലായ്മയും ഒരു പരിധിവരെ കൃത്യമായി ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ പലരും തഴച്ചു വളരുന്നത്. ഇപ്പം ഞാൻ ഈ നോട്ടീസ് വായിക്കാനിടയായി. ISMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇറക്കിയ ഒരു നോട്ടീസാണ്. അതിൽ ധാരാളം ആവശ്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. മഹല്ല് തോറും പ്രചാരണം നടത്തുക, അതുപോലെ തന്നെ മന്ത്രവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞുള്ള ആ നോട്ടീസിൻ്റെ അവസാന ഭാഗത്തിൽ മാധ്യമങ്ങളെക്കുറിച്ചൊരു ഭാഗത്ത് പറയുന്നത്, മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു പരാമർശമുണ്ട്. അപ്പോൾ നിങ്ങൾ പത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ. അതുപോലെ തന്നെ ചാനലുകൾ അരമണിക്കൂറും 1 മണിക്കൂറും ഇതുപോലുള്ള ആത്മീയ കച്ചവടക്കാരും അതല്ലെങ്കിൽ മന്ത്രവാദികളും ചാനലുകൾ വിലക്ക് വാങ്ങുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ഇത്തരത്തിലുള്ള പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ വേണ്ടി പരസ്യ കമ്പനികൾ മുന്നോട്ട് വരുന്നു. അത് ചാനലിൻ്റെ കാര്യം. എന്നാൽ പ്രിൻ്റ് മീഡിയൻ്റെ അവസ്ഥയോ? ഇപ്പം മുസ്ലിം സമൂഹത്തിന് വേണ്ടി എന്നറിയപ്പെടുന്ന അതല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് വേണ്ടി എന്നൊക്കെ അറിയപ്പെടുന്ന പത്രങ്ങൾ പോലും ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പം എല്ലാവർക്കും വരുമാനമാണ് ആവശ്യം. എല്ലാവർക്കും വരുമാനമാണ്. പത്രങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ വരുമാനം ആവശ്യമുണ്ട്, ചാനലുകൾക്ക് നിലനിൽക്കണമെങ്കിൽ വരുമാനം ആവശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള സംഗതികളെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ രംഗത്തും ശ്രമമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെയാണ് വിശ്വാസികളായ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ബാധ്യത. നേരത്തെ ബഹുമാന്യനായ കൊച്ചു മുഹമ്മദ് സാഹിബ് പ്രസംഗിച്ചു. അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനാണ്, കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രീയക്കാരും മറ്റാളുകളൊക്കെ അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ സ്പേസ് ഉണ്ട്, ഇടമുണ്ട്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രസ്ഥാനത്തെ പോലുള്ള സംഘടനകളും സംവിധാനങ്ങളും
ഇത്തരത്തിലുള്ള സംഗതികൾക്കെതിരെ കാര്യമായി രംഗത്ത് വരണം എന്ന് കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ആ നിലയിൽ ഇതുപോലുള്ള അനീതിക്കും അക്രമത്തിനുമെതിരെ വിശ്വാസരംഗത്ത് അടിയുറച്ചു നിന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും മുന്നേറാൻ സാധിക്കണം. സർവശക്തനായ റബ്ബ് അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.